കൂട്ടുകാരെ, നമ്മുടെ വായന തുടരുകയാണല്ലോ. അപ്പോൾ പുതിയ വായനയിലേക്ക് കടക്കുമ്പോൾ അതിന് മുമ്പുള്ള എപ്പിസോഡുകൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ഞങ്ങൾ പട്ടണത്തിൽ വന്നു ചേർന്നു. അവിടെ പ്രവേശിച്ചപ്പോൾ മറിച്ചിട്ട ശകടങ്ങളും തറയിൽ ചിതറിക്കിടക്കുന്ന പാത്രങ്ങളും വസ്ത്രങ്ങളും കണ്ടു. സ്ത്രീകൾ അവരുടെ പിതാക്കന്മാരുടെയും ഭർത്താക്കന്മാരുടെയും ആൺമക്കളുടെ മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിലപിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പീഡനം കണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഏറെ തപ്തനായി. നഗരമധ്യേ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ അവിടെ അവരുടെ മധ്യേ ഒരു മേശമേൽ എഴുന്നേറ്റ് നിന്നൊരാൾ സംസാരിക്കുകയാണ്. ആളുകൾ ആരെയാണോ ശ്രവിക്കുന്നത് അവനെ ഞാൻ നോക്കി. അത് ബറാബാസ് ആയിരുന്നു. ഇന്നേ ദിവസം അവൻ ഉച്ചത്തിൽ പറഞ്ഞു, നമ്മൾ റോമാക്കാർക്കെതിരെ നിലകൊണ്ടതിനാൽ അവർ നമ്മുടെ ഇടയിൽ പലായനം ചെയ്തു. യഹൂദരുടെ ഹൃദയത്തിൻ്റെ കരുത്ത് ഇത്തവണ നാം കാണിച്ചു കൊടുത്തു. നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സൈന്യമായി തീരുവാൻ നാം ഒരുമിക്കാം. യഹോവയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയെന്നാൽ എന്തെന്ന് നമുക്ക് റോമാക്കാരെ അറിയിക്കണം. ആ കൂട്ടത്തിലെ ചില ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് ആവേശകരമായ പ്രതികരണമുണ്ടായി. എങ്കിലും മിക്കവാറും എല്ലാ മുതിർന്നവരും പിന്നെ വിവേകികളായ മറ്റനേകരും മൗനം അവലംബിച്ചു. ബറാബാസ് അവരെ ശകാരിച്ചു. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? റോമക്കാർ ഓടിപ്പോകുന്നത് നിങ്ങൾ കണ്ടു. എന്നിട്ടും നിങ്ങൾക്ക് സന്തോഷമില്ല. ഇപ്പോഴും റോമാക്കാർക്കെതിരെ നിലപാടെടുക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചതായി കാണുന്നുമില്ല. നിങ്ങൾ ആണുങ്ങളാണോ? ആടുകളാണോ? സമൂഹത്തിൽ നിന്നും മർമ്മരങ്ങൾ ഉയരവേ ബറാബാസ് തുടർന്നും സംസാരിച്ചു. നിങ്ങൾ മിശിഹായെ കാത്തിരിക്കുകയാണോ? ഇസ്രായേലിൻ്റെ മോചനത്തിനായി ദൈവത്തിൻ്റെ ശക്തിയുമായി ഒരു മനുഷ്യൻ വരുവാൻ നിങ്ങൾ നോക്കിയിരിക്കുകയാണോ? എന്നാൽ കേട്ടോളൂ, റോമക്കാരുടെ ദുഷ്ടതയ്ക്കെതിരെ നിലകൊള്ളുന്ന ഓരോ ഇസ്രായേൽ മകനുമാണ് ദൈവം ഈ ശക്തി നൽകുന്നത്. നോക്കുവിൻ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയുമാണ് ഇസ്രായേലിൻ്റെ രക്ഷകനായി മാറേണ്ടത്. താൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കിനും ആവേശഭരിതനായി ബറാബാസ് പ്രസ്താവിച്ചു. ഗുരു പത്രോസ് പറഞ്ഞു, അവൻ ദുർബോധനങ്ങൾ നൽകി ആളുകളെ വഞ്ചിക്കുകയും വിദ്വേഷത്തിന് പ്രേരണ നൽകുകയുമാണ് ചെയ്യുന്നത്. ഞാൻ തിരിഞ്ഞ് പത്രോസിനെ നോക്കിയപ്പോൾ അവൻ്റെ വിവേകം അനുനിമിഷം വർദ്ധിക്കുന്നത് കണ്ടു. ജനം ബറാബാസിൻ്റെ വാക്കുകളാൽ വശീകരിക്കപ്പെട്ട് ശബ്ദമുയർത്താൻ തുടങ്ങി. എത്ര എളുപ്പത്തിലാണ് മനുഷ്യൻ ചതിയിൽ വീഴുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ബറാബാസ് നിൽക്കുന്നിടത്ത് പോയി അവൻ്റെ മുമ്പിൽ നിന്നു. അവൻ കുനിഞ്ഞ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഇവിടെ എന്തെടുക്കുകയാണ്? നിനക്കെന്താണ് വേണ്ടത്? ഞങ്ങളുടെ കൂടെ ചേരുവാൻ വന്നതാണോ? ഞാൻ അവൻ്റെ മിഴികളിൽ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അവൻ അത് തടയുവാൻ ഒരുമ്പെട്ടെങ്കിലും അവൻ്റെ ഹൃദയത്തിനുള്ളിൽ എൻ്റെ സ്പർശനമേറ്റപ്പോൾ ഒന്നും മുരിയാടാതെ താഴെ ഇറങ്ങി എനിക്ക് വഴിമാറി തന്നു. ആളുകൾ നിശബ്ദരായി. അപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, നീ ആരാണ്? ഞാൻ നസറത്തിലെ യേശുവാണ്. ജനം അടക്കം പറഞ്ഞു, ഇത് യേശുവാണ്. ഇവനൊരു പ്രവാചകനും സൗഖ്യദായകനുമാണ്. അവർ നിശബ്ദരാകേണ്ടതിന് ഞാൻ കരമുയർത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്നേഹിതരെ, ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ മരണവും നാശവുമാണ് ഞാൻ കാണുന്നത്. നഷ്ടപ്പെട്ട പുരുഷന്മാരെ ഓർത്ത് കേഴുന്ന ധാരാളം സ്ത്രീകളെ ഞാൻ കാണുന്നു. മരിച്ചുപോയ റോമൻ പടയാളികളെയും അവരെക്കുറിച്ച് വിലപിക്കുന്ന അവരുടെ അമ്മമാരെയും ഭാര്യമാരെയും കുടുംബാംഗങ്ങളെയും ഞാൻ കാണുകയാണ്. ജീവിതം ഇത്തരത്തിലായിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്നതാണ് അവിടുത്തെ ഇഷ്ടം. യുദ്ധവും വെറുപ്പും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് യുദ്ധത്തിൽ വിജയിച്ചു എന്ന് കരുതുന്നവരുണ്ട്. ആളുകൾ കൊല്ലപ്പെടുമെന്നതിൽ എന്ത് വിജയമാണുള്ളത്? ഹൃദയങ്ങൾ തകർന്നു കാണുന്നതും ചെയ്ത പാപങ്ങളെ പ്രതി ആനന്ദിക്കുന്നതും വിജയമാണോ? ഇത് സാത്താൻ്റെ വിജയം മാത്രമാണ്. നിങ്ങൾ വീണ്ടും യുദ്ധങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. ദൈവത്തിൻ്റെ കരുത്താർജിച്ച് പടപൊരുതാമെന്നും അതാണ് ദൈവനീതിയെന്നും കരുതുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ കരുത്ത് സ്നേഹമാണ്. ദൈവനീതി എന്നത് ക്ഷമിക്കലാണ്. നിങ്ങളെ തന്നെ ദൈവമക്കളെന്ന് വിളിച്ച അതിനർത്ഥം നിങ്ങളിൽ ദൈവേഷ്ടം നിറവേറപ്പെടുന്നു എന്നാണ്. കരുണയുള്ളവരായിരിക്കുക എന്നതാണ് ദൈവിഷ്ടം. നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇസ്രായേലിൻ്റെ രക്ഷകനുണ്ടെന്ന് നിങ്ങളോട് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് അത് സത്യമാകുന്നത്. അവിടുത്തെ ഇഷ്ടത്തിനും സ്നേഹത്തിനും വസിക്കുമ്പോൾ ഇസ്രായേൽ മോചിക്കപ്പെടുന്നത്. ഇതിനെതിരായി ജീവിതശൈലിയാണ് ഇസ്രായേലിനെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. ദൈവത്തിലുള്ള സ്നേഹം, അയൽക്കാരനിലുള്ള സ്നേഹം, ശത്രുവിലുള്ള സ്നേഹം. ദൈവമെന്നാൽ സ്നേഹമാണ്. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുമ്പോഴും അവൻ നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച പീഡനങ്ങൾ പൊറുക്കുമ്പോഴുമാണ്
നിന്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തിന് കാട്ടിക്കൊടുക്കുവാൻ നിനക്കാവുന്നത്. ഇസ്രായേൽ എന്നാൽ യഹോവ ഞങ്ങൾക്ക് തന്ന വിശുദ്ധ നാടാണ്. ആ ഒരു വിദേശിയും അതിനെ നിയന്ത്രിക്കുവാനോ സ്വതന്ത്രമാക്കുവാനോ പാടില്ല, ഒരു യുവാവ് പറഞ്ഞു. അവൻ ശരിക്കും അലറുകയായിരുന്നു. ദൈവം സൃഷ്ടിച്ചതിനെ സ്വന്തമാക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രം. ഈ തലമുറ കടന്നുപോകും, എന്നാൽ ദേശം ഇവിടെ ഉണ്ടാവും. തങ്ങളുടേതല്ലാത്തതും ദൈവത്തിൻ്റെ സ്വന്തവുമായ ഈ ദേശത്തിനു വേണ്ടി അടുത്ത തലമുറ പടവെട്ടും. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ സമാധാനത്തിൽ വസിക്കുവാനായി ദൈവം യഹൂദ ജനതയ്ക്ക് ഈ ദേശം ഭവനമായി കൊടുത്തു. അതിനർത്ഥം ഇസ്രായേൽ പടക്കോപ്പുകളുടെ ദേശമാകണമെന്നല്ല, ഇസ്രായേൽ സ്നേഹത്തിൻ്റെ നാടാകണമെന്ന് ദൈവം ഉദ്ദേശിച്ചു. ദൈവേഷ്ടം അംഗീകരിക്കാത്തതിനാലാണ് ഇന്ന് ഈ ദേശം ഈ വിധം താറുമാറായിരിക്കുന്നത്. ഇസ്രായേൽ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരികയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ദൈവം സൃഷ്ടിച്ചതുപോലെ എല്ലാവരും സഹോദരങ്ങളാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞപ്പോൾ സമൂഹം മെല്ലെ അത് ഉൾക്കൊള്ളുന്നത് ഞാൻ കണ്ടു. ഹിംസാത്മകമായി നിങ്ങൾ ആയുധങ്ങൾ ഉയർത്തുമ്പോൾ അത് ദൈവദ്രോഹമാണ്. വാളാൽ ജീവിക്കുന്നവൻ വാളാൽ മരിക്കുമെന്ന് ഓർക്കണം. എന്നാൽ സ്നേഹത്താൽ ജീവിക്കുന്നവൻ മരിക്കുന്നത് അനശ്വരമായ സ്നേഹത്തിലേക്കാണ്. ഈ വിധം ഞാൻ തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കെ ബറബ്ബാസ് വിളിച്ചു പറഞ്ഞു, വാചകം കൊള്ളാം, എന്നാൽ ഇന്ന് ഞങ്ങൾ റോമാക്കാരെ തോൽപ്പിച്ചിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിൽ നിന്നും ചിലരൊക്കെ അതിനോട് യോജിച്ചുകൊണ്ട് സ്വരമുയർത്തിയെങ്കിലും കൂടുതൽ ആളുകളും മൗനമായിട്ടിരുന്നു. ഇന്ന് നിങ്ങൾ കുറേ റോമാക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവും, എന്നാൽ നാളെ ഏറെ കരുത്തോടെ റോമാക്കാർ ഈ പട്ടണത്തിൽ ആഞ്ഞിരിക്കും, പിന്നെ നിങ്ങളുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങളോടൊപ്പം പോന്നോളൂ. ബറബ്ബാസ് വിളിച്ചു പറഞ്ഞു, ഈ പട്ടണം ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വരാം. മതഭ്രാന്തന്മാർ മാത്രമാണ് ബറബ്ബാസിനെ പിന്താങ്ങിക്കൊണ്ട് നാദമുയർത്തിയത്. ഗ്രാമവാസികൾ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇതിന് അവർ കൊടുക്കേണ്ടി വരുന്ന വിലയെന്തെന്നും അവരിപ്പോൾ അറിയുന്നുണ്ട്. ആരാണ് ഞങ്ങളുടെ കൂടെ പോരുന്നത്? ബറബ്ബാസ് അത്യുത്സാഹത്തോടെ ചോദിച്ചു. എന്നാൽ അവൻ്റെ അടുത്ത അനുയായികളല്ലാതെ മറ്റാരും മിണ്ടിയില്ല. നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. വെറുപ്പോടെ അവൻ അലറി. എന്നിട്ട് തൻ്റെ കൂട്ടരോട് ഇങ്ങനെ പറഞ്ഞു, വരൂ, നമുക്ക് പോകാം. ബറബ്ബാസ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഒരു നിമിഷം യൂദാസ് അവരോടൊപ്പം പോകുവാൻ പാതി തീരുമാനിച്ചതായി ഞാൻ കണ്ടു. പിന്നെ അവൻ അത് വേണ്ടെന്ന് വെച്ചു. യേശുവേ, ഞങ്ങളെ സഹായിക്കൂ, ഇനി ഞങ്ങളെന്ത് ചെയ്യും? ജനക്കൂട്ടം വിളിച്ചു ചോദിച്ചു. നിങ്ങളുടെ ആവശ്യ നേരത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടുത്തെ സഹായം ചോദിക്കാം. ഞാൻ അവരോട് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറോളം ദൈവസഹായത്തിനായി സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചു. അതിനുശേഷം മുറിവേറ്റവരെ സുഖപ്പെടുത്തിയും ഹൃദയം തകർന്നവരെ നവീകരിച്ചും ഞാൻ ആ പട്ടണത്തിലുടനീളം നടന്നു. അപ്പോൾ സന്താപവും കോപവും വിദ്വേഷവും വേദനയും വിട്ടുപോകുകയും ദൈവസ്നേഹത്തിൽ മാത്രം കാണപ്പെടുന്ന സ്വച്ഛത കൈവരികയും ചെയ്തു. നഗരത്തിലെ മുതിർന്നവർ എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇനിയെല്ലാം നേരെയാകുമെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. എന്തെന്നാൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുന്ന് ഞങ്ങളെ കാത്തു പാലിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. യേശുവേ, ഞങ്ങളിൽ പലർക്കും ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നതിൽ നിന്നും വിരമിക്കാനാകുന്നില്ല. എന്തെന്നാൽ ഞങ്ങളുടെ ദുർമതവും അതുകൊണ്ടുണ്ടായ അനേക പാപങ്ങളും നിമിത്തം ഞങ്ങൾ ദൈവത്തെ എത്രമാത്രമാണ് ദ്രോഹിച്ചതെന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇക്കാണുന്നത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ള ദൈവിക ശക്തിയാണ്. ഇത് ദൈവസ്നേഹത്തിൻ്റെ കരുത്താണ്. ഇതിലൂടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് സ്വയം തിരിച്ചറിയുന്നത്. പാപമോചനത്തിനായുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ യാചന കേൾക്കുന്ന ദൈവം സർവ്വം ക്ഷമിക്കുമെന്ന് ഈ സ്നേഹത്തിലൂടെ കരുത്ത് നിങ്ങളോട് പറയുന്നു. യേശുവേ, ഇപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അങ്ങ് പറഞ്ഞത് ശരിയാണ്. റോമാക്കാർ തിരിച്ചു വരികയും പകരം വീട്ടുകയും ചെയ്യും. അതിലൊരാൾ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിച്ച് ആകുലത കൈവിടിയുവിൻ. നിങ്ങളുടെ ഹൃദയപരമാർത്ഥത ദർശിക്കുന്ന ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. എന്ത് സംഭവിച്ചാലും അത് ദൈവം അറിയാതെ നടക്കുകയില്ല എന്ന സത്യം മനസ്സിലാക്കണം. അത് അംഗീകരിച്ചുകൊണ്ട് സമാധാനമായിരിക്കൂ. ഞാൻ വിശദമായി അവരോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമുക്കിത് ദൈവത്തിന് വിട്ടുകൊടുക്കാം. അവിടുത്തെ തീരുമാനം നാം അംഗീകരിക്കും. എന്തെന്നാൽ നമ്മുടെ വിധി യഹോവയുടെ കരങ്ങളിലാണ്. രാത്രികാലം മുഴുവനും നമുക്ക് പ്രാർത്ഥനയിൽ ചിലവഴിക്കാം. എന്നിട്ട് ദൈവം തീരുമാനിക്കുന്നതെന്തോ അത് സ്വീകരിക്കാം. ദൈവനാമത്തിനും ദേശത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലും പല കാര്യങ്ങൾ നല്ലവരായ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ വളരെ എളുപ്പമാണെന്ന് ഈ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാം. സത്യം ദർശിച്ച മാത്രയിൽ അവരിൽ നന്മ വിളങ്ങുകയും അതവരെ ദൈവത്തിങ്കിലേക്ക് തിരികെ നയിക്കുകയും ചെയ്തു. ദൈവസഹായത്തിനായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളേവരും സിനഗോഗിലേക്ക് പോയി. മനുഷ്യൻ എത്രമാത്രം അശക്തനാകുവാൻ പോന്നവനാണെങ്കിലും ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ
അവൻ എത്രയോ ശക്തനാകുവാനാകുമെന്ന് ധ്യാനിച്ച് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളെ കടന്നുപോയ ആ സൈന്യം അവിടെ നിന്നും അധികം ദൂരെയല്ലാതെ ഒരു റോമൻ കേന്ദ്രത്തിലായിരിക്കുന്നത് കണ്ടു. ഒരു ശതാധിപൻ അവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇയാൾ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എവിടെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്? പട്ടാളക്കാർ ചിന്താക്കുഴപ്പത്തിലകപ്പെട്ടതുപോലെ കാണപ്പെട്ടു. പട്ടാള മേധാവിക്കും സംഭ്രമം പിടിപെട്ടതുപോലെയായി. അയാൾ പറഞ്ഞു, എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. കൃത്യമായിട്ട് ആ സ്ഥലം ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നീ ഒരു റോമൻ പടയാളിയാണ്. എങ്ങനെയാണ് നിനക്ക് ഇത് മറക്കുവാനാകുന്നത്? ശതാധിപൻ ചൂണ്ടിയെടുത്തു. എനിക്കറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല, അധികാരി മറുപടി പറഞ്ഞു. ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കൂട്ടാളികൾക്കും അതേ മറുപടിയുണ്ടായിരുന്നത്. എങ്കിൽ നിങ്ങൾ ഓർമ്മശക്തി ആർജിക്കേണ്ടതിന് ഇക്കാര്യം ഓർമ്മിച്ചെടുക്കും വരെ വഴിയിലൂടെ റോന്തു ചുറ്റിക്കോളൂ, ശതാധിപൻ കോപത്തോടെ ആജ്ഞാപിച്ചു. അയാൾക്കത് വിശ്വസിക്കുവാൻ പറ്റിയില്ല. അയാൾ സഹപ്രവർത്തകനായ മറ്റൊരു അധികാരിയോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ചുനാൾ കൂടി ഈ നാട്ടിൽ നിന്നാൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. ഒന്നും മനസ്സിലാകാതെ ചുമലുകൾ ചലിപ്പിച്ച ശേഷം അയാൾ പോയി. ആ പട്ടണത്തിലെ ആളുകൾ സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്കറിയാം. ഈ നാട് അഹങ്കാരത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും സുഖം പ്രാപിച്ചുവെന്നും ഭാവിയിൽ ഇവിടം കോലാഹലത്തിൻ്റെ നാട്ടിലെ സമാധാനത്തിൻ്റെ സ്വർഗമായിരിക്കുമെന്നും ഞാൻ അറിഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത് വിട്ടുപോകാതെ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. നമുക്കിതിൻ്റെ തുടർച്ചയായിട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കാം.